ഹലോ, വെൽക്കം ടു കിച്ചൻ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു കാരമൽ ആപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കാരമൽ പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷനോട് സിമിലറാണ്. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയുമാണ് ഈ ഒരു പുഡിങ്. നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും, നല്ല ക്രീമി ആയിട്ടുള്ള വായിൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൾ പുഡിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 വലിയ ആപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള ആപ്പിൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കണം. എല്ലാ പീസസും ഏകദേശം ഒരു വലുപ്പം വരുന്ന രീതിയിൽ വേണം അരിയാനായിട്ട്. ഇനി നമുക്ക് ഈ ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഒരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫുൾ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കാരമൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പുഡിങ്ങിന് ഞാൻ വളരെ മധുരം കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ മധുരം വേണ്ടവർക്ക് 1/2 കപ്പ് വരെ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു ഏലക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള ഫ്ലേവേഴ്സ് മാത്രം നമുക്ക് മതി. അതുകൊണ്ട് ഇത് പൗഡറായിട്ടൊന്നും ചേർക്കരുത്, ഇങ്ങനെ ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5-6 മിനിറ്റ്, അതായത് ഈ ആപ്പിളൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്നത് വരെ കുക്ക് ചെയ്യാം. ആപ്പിൾ കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് കാരമൽ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുഡിംഗ് ഉണ്ടാക്കുന്ന അതേ പാത്രം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറൊരു പാനിൽ ചെയ്താലും മതി. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ പഞ്ചസാര ഇതുപോലെ മെൽട്ടായി തുടങ്ങും. മെൽട്ടായി തുടങ്ങുമ്പോൾ നമുക്ക് ഈ പാൻ എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അല്ലാതെ സ്പൂൺ ഇട്ട് ഇതിൽ ഇളക്കാനായിട്ട് നിൽക്കരുത്. അന്നേരം പഞ്ചസാര ഇങ്ങനെ കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പഞ്ചസാരയുടെ കളറ് മാറിത്തുടങ്ങും, ഒരു ബ്രൗൺ കളറായി തുടങ്ങും. അപ്പോഴും നമ്മൾ ഇതുപോലെ യൂണിഫോമായിട്ട് എല്ലായിടത്തും ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് ചുറ്റിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരുപാട് ഡാർക്ക് കളർ ആവുന്നത് വരെ നിൽക്കരുത്. നല്ല ഡാർക്ക് കളറായി കഴിഞ്ഞാൽ നല്ല കയ്പും വരും. അതുകൊണ്ട് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ആപ്പിൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാലൊക്കെ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ വഴിയെ മാറിക്കോളും. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 3 മുട്ട ആവശ്യമുണ്ട്. ഈ പുഡിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ മുട്ടയാണ്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതേപോലെ പൊട്ടിച്ചൊഴിക്കാം. ഈ എഗ്ഗിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ ചേർക്കണം. ഇനി നമുക്കിത് ഒരു ഫോർക്ക് വെച്ചിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് എയർ ബബിൾസ് വരാത്ത രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. എന്നാൽ നമ്മുടെ എഗ് വൈറ്റും എഗ് യോക്കും തമ്മിൽ നന്നായിട്ട് കമ്പൈൻ ആവുകയും വേണം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവരുത്. അതും നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ആപ്പിളൊക്കെ കൂളായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതിലെ കറുവപ്പട്ടയും ഏലക്കയും മാറ്റിയതിന് ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് മാറ്റാം. അതിനുശേഷം നന്നായിട്ട് സ്മൂത്തായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം പാല് പിരിഞ്ഞതിൻ്റേതായ യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. ഞാൻ തന്നെ ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് പാല് പിരിയും, ചില സമയത്ത് പാല് പിരിയില്ല. പക്ഷേ ഫൈനൽ റിസൾട്ട് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇനി നമ്മുടെ ആപ്പിളിൻ്റെ മിക്സ് നമുക്ക് ഈ മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ആപ്പിളിൻ്റെ മിക്സ് ഇതേപടി ഒരു ഷേക്കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഫോർക്ക് വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഒരു സ്ട്രെയിനറിലൂടെ നമുക്കിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. സ്ട്രെയിനറിൽ ഒഴിക്കുന്നത് ചെറിയ എന്തെങ്കിലും മുട്ടയുടെ ചെറിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെറിയ കുറച്ച് പീസസൊക്കെ ഞാനിതിൽ കളക്ട് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് കാണാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പതയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് കട്ടിയുള്ളൊരു ടിഷ്യൂ പേപ്പർ വേണം യൂസ് ചെയ്യാനായിട്ട്. ബബിൾസൊക്കെ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പൊട്ടിച്ച് കളയാം. അതേപോലെ ഇതിൻ്റെ മുകളിലുള്ള ഈ സ്മൂത്ത് ആയിട്ടുള്ള ഈ ഒരു പതയൊക്കെ നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം പറ്റുന്ന അത്രയും ഈ പതയൊക്കെ പുഡിങ്ങിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കൂടുതൽ ക്രീമി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, നിർബന്ധമില്ല. ഇപ്പം ഞാൻ മാക്സിമം പറ്റുന്നിടത്തോളമൊക്കെ പതയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്യുക. നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് കവർ ചെയ്ത് വയ്ക്കുക. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റീമറോ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി ചെമ്പോ യൂസ് ചെയ്യാം. അതിന് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് നേരെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്തതിന് ശേഷം കറക്റ്റ് 30 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. റെഡിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പോക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഒട്ടും പറ്റി പിടിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുഡിംഗ് റെഡി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് വിടുവിച്ച് കൊടുക്കുക. കേക്ക് പോലെ ഒരുപാട് വിടുവിക്കാനൊന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് പുഡിംഗ്. നമ്മുടെ പുഡിംഗ് അൺമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം പുഡിംഗ് ഈ പ്ലേറ്റിലോട്ട് അങ്ങ് കമഴ്ത്തി കൊടുത്താൽ മതി. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുഡിംഗ് അൺമോൾഡ് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യാനും വളരെ ഈസിയാണ്, പക്ഷേ കുറച്ച് അധികം സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല ഡെലിക്കേറ്റ് ആണല്ലോ പുഡിംഗ്, അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ പുഡിങ്ങിൻ്റെ ഒരു ഫൈനൽ ടെക്സ്ചർ നോക്കുവാണെങ്കിൽ നമ്മുടെ പാല് പിരിഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. പിന്നെ സാധാരണ ഫ്ലാൻ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു എഗ്ഗിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ആപ്പിളും അതേപോലെ വേറെ കുറേ ഫ്ലേവറിങ് ഏജൻസ് ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു എഗ്ഗിൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിലില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.